വിജയ്, കങ്കണ റണൗത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? കങ്കണ റണൗത്തിനെ കുറിച്ച് നല്ല നടിയാണ്, അതിലെല്ലാം ഉണ്ട്. സിനിമയിലാണോ, അകത്താണോ, പുറത്താണോ? മൊത്തത്തിൽ നല്ല നടിയാണ്. ഇന്നലത്തെ കങ്കണ റണൗത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടോ? കണ്ടായിരുന്നു. ഈ ജയ ബച്ചന്റെ ഇഷ്യൂ അല്ലേ, ജയ ബച്ചൻ നടന്നു വരുന്നു, അവരോടൊപ്പം സെൽഫി എടുക്കാൻ ഒരു ആരാധകൻ കടന്നു വരുന്നു. അപ്പോ ജയ ബച്ചൻ അവർ തള്ളി മാറ്റുന്നു അങ്ങോട്ട്, എന്നിട്ട് കുറച്ച് ശകാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. അതായത് നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറേണ്ടത്? പക്ഷെ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തള്ളൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി ഡയലോഗ് കറക്റ്റ് ആണ്. അതെ അതെ, അത് പറയുന്ന കാര്യം സംസെൽഫി എടുക്കുക എന്ന് പറഞ്ഞ ഒരു മാന്യത, ഒരാളുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറുന്നില്ലേ. അപ്പൊ നമ്മള് ബസ്സിൽ നിൽക്കുമ്പോൾ പോലും നമ്മളൊരു സ്ത്രീ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പുരുഷനടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. പുരുഷനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നിൽക്കും, പക്ഷെ സ്ത്രീ ആണെങ്കിൽ നമ്മൾ കുറച്ച് സ്പേസ് എടുത്തിട്ടില്ലേ നിൽക്കും. നമ്മൾ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് അവർക്ക് ആ ഒരു സ്പേസിലേക്ക് നമ്മളില്ല. അപ്പം ഓരോരുത്തർക്കും അനുസരിച്ച് നമുക്ക് സ്പേസ് നമ്മുടെ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് എങ്ങനെ കയറണമെന്ന് എല്ലാ മനുഷ്യനും ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അതില്ലാതുള്ള ബോധമില്ലായ്മയാണ്. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അതൊന്നും ഇല്ല, സെലിബ്രിറ്റി പൊതു സ്വത്താണ്, പബ്ലിക് ഫിഗർ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോപ്പർട്ടി ആണെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇങ്ങനെ അദ്ദേഹം കാണിക്കുന്നത്. അവിടെ പോയി ഈ സെൽഫി എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അവരുടെ ഒരു ധാർഷ്ട്യം, അവരെങ്ങനെ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഈ കങ്കണ ഇതിനകത്ത് നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ച് അവരുടെ മറ്റേ വസ്ത്രധാരണ രീതിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ തള്ളിമാറ്റലും വസ്ത്രധാരണ രീതി എന്ന് പറയുമ്പോൾ അവർ ഈ സമാജ്വാദി പാർട്ടിക്കാർക്ക് ഒരു തൊപ്പി ഉണ്ടല്ലോ, അപ്പൊ ഇവരൊരു റെഡ് കളർ ഒരു തൊപ്പിയാണ് ഇട്ടിരിക്കുന്നത്, ജയബച്ചൻ. അപ്പൊ ആ റെഡ് കളർ തൊപ്പി ഇട്ടപ്പോ അവരോട് ചോദിക്കുന്നതാണ്, നിങ്ങള് തലയിൽ തൊപ്പിയാണോ അതോ കോഴിപ്പൂവാണോ? കോഴിപ്പൂവാണ്, ഇത് കണ്ടാൽ അങ്ങനെയാണല്ലോ തോന്നുന്നത്. നിങ്ങൾ അമിതാഭ് ബച്ചന്റെ ഭാര്യ എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ, നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു സംഭവമേ അല്ല. പരാമർശത്തിന്റെ ആവശ്യം എന്തായിരുന്നു ഇതിന്റെ? പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. കങ്കണ ആരാണ്? BJPയുടെ മണ്ഡി എന്നുള്ള ലോക്സഭ അംഗമാണ്, അവർ MP ആണ്, ഇവര് രാജ്യസഭയാണ്. പക്ഷെ ഇവർ BJP അല്ല, സമാജ്വാദി പാർട്ടിയാണ്. ഇവരും BJP ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ അഭിപ്രായം മൊത്തം മാറിയിട്ടെന്ന് പറയുമ്പോൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത്രയും പ്രായമുള്ള ഒരാളല്ലേ, അവർ അത്രയും ബഹുമാനിക്കുന്ന ഒരാളല്ലേ, ഞങ്ങളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്, അവരുടെ അടുത്ത് ഇടിച്ചു കയറി നിന്ന് ഫോട്ടോ എടുത്ത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നേരെ തിരിച്ച് കങ്കണ ചോദിക്കും. ഇതിപ്പോൾ സംഭവം നേരെ എല്ലാം മാറി. സെൽഫിയൊക്കെ എന്താണ് സംഭവം എന്നുള്ള അതൊക്കെ പോയി. ഇപ്പൊ ചർച്ച ജയ ബച്ചനെ കങ്കണ റണൗത്ത് അപമാനിച്ചു, പാർട്ടി പൊളിറ്റിക്കൽ ലൈനായത്. അപ്പോൾ കങ്കണ ജയ ബച്ചനെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ വലിയ ചർച്ചയാവുന്നു. BJPയും സമാജ്വാദി പാർട്ടിയും നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത ലോക്കൽ പ്രവർത്തകരൊക്കെ ഇല്ലേ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം. എനിക്ക് തോന്നുന്നു കുറേ കഴിയുമ്പോൾ കങ്കണയും ജയ ബച്ചനൊക്കെ ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ചായ കുടിച്ചിട്ട് അവരങ്ങ് പോകും. പക്ഷേ ഈ അണികൾ അവിടെ കിടന്ന് അടിയുണ്ടാക്കും, സാധാരണ ഇത് സംഭവിക്കുന്നത്. അത് ഈ സിനിമ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആളുകൾക്കെല്ലാം പൊതുവേ ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരിനി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കുക എന്നുള്ളത് ഒരാൾക്കാരുടെ ആഗ്രഹങ്ങളാണ്. അതിപ്പോൾ നമ്മുടെ അടുത്ത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും, ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ മമ്മൂക്കയൊക്കെ വന്നതിന് ശേഷം ഞാൻ മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ സെൽഫി എടുക്കാൻ നിൽക്കാറില്ല. പക്ഷേ ലാലേട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സെൽഫി ചിലപ്പോൾ എടുക്കും, നമുക്കൊരു സുഖം അല്ലേ, എന്നിട്ട് അതൊരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അത് കാണുക എന്നുള്ളൊരു സുഖമാണ്. അപ്പോൾ അത് പൊതുവെ ഈ ഈ സിനിമ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകൾക്ക് ആരാധകർ വളരെ അധികം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ അവർ സ്ക്രീനിൽ ആരാധിക്കുന്ന ആളുകളെ വളരെ അടുത്ത് കിട്ടുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുള്ളത് തെറ്റല്ല, ശരിയാണ്. പക്ഷേ ജയ ബച്ചനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നമ്മളിവിടെയുള്ള ആർട്ടിസ്റ്റുകളെ പോലെ ഒന്നുമല്ല, നാഷണൽ ലെവലിൽ വലിയ പ്രാധാന്യമുള്ള അത്രയും പ്രശസ്തിയുള്ള ആർട്ടിസ്റ്റുകളാണ് ജയ ബച്ചനൊക്കെ. അങ്ങനെയുള്ള അത് എവിടെയാണ് തെറ്റാവുന്നത്? ജയ ബച്ചൻ അങ്ങനെ ഇപ്പം നമ്മൾ നാട്ടിൽ തന്നെ ഉദാഹരണമുണ്ട്, യേശുദാസിന്റെയും പിണറായി വിജയന്റെയും ഉദാഹരണങ്ങളുണ്ട്. യേശുദാസ് ഫോൺ പിടിച്ചു വാങ്ങിച്ച് സെൽഫി എടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്തു. പിണറായി വിജയന്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു, കൈ തട്ടി ഇങ്ങനെ മാറ്റിയിട്ട് എന്തോ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നോക്കിയിട്ട് എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്തോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ ഇങ്ങനെ പറയുമല്ലോ, ഒരിതുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് മാറി നിൽക്കുക, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. അപ്പോൾ ഇത് ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുമ്പോൾ, ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു നമ്മൾ പൊതുവെ പറയുന്നത് ഈ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുന്നു എന്ന് പറയും. അതായത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഇതെല്ലാം തന്നെ രാഷ്ട്രീയക്കാരുടെ ഒരു ഡയലോഗായിട്ടാണ് പൊതുവെ പറയുന്നത്. അതെന്താണ്? ജനസേവനമാണ് രാഷ്ട്രീയം എന്നുള്ളതുണ്ട്. അത്
ഒരു സിനിമാ നടനെയും ഒരു താരമാക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് അവർ അക്നോളജ് ചെയ്യാറില്ല, മറിച്ച് രാഷ്ട്രീയക്കാർ അക്നോളജ് ചെയ്യാറുണ്ട്. കാരണം അവർക്കറിയാം രാഷ്ട്രീയക്കാരന് വേറെ പ്രശ്നമുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ നേരെ ഈ ജനങ്ങളുടെ മുന്നിലേക്കാണ് വോട്ട് ചോദിച്ചുകൊണ്ട്. സിനിമക്ക് അങ്ങനെയില്ല. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ വന്നിരുന്ന് പറയാണ് നീ ഒന്നും എൻ്റെ ഒരു പടവും കാണണ്ട എന്ന് പറഞ്ഞാലും ആൾക്കാർ പോയി കാണും, സിനിമ കാണും. പക്ഷെ ഒരാൾ വന്ന് ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് പറയും, ഇപ്പൊ PC ജോർജോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരനായിക്കട്ടെ, നിന്റെ ഒന്നും വോട്ട് എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. PC ജോർജ് അന്നങ്ങനെ പറഞ്ഞതാണ് കണ്ടതാണ് വീട്ടിലിരിക്കുന്നത്. അത് വലിയ ഉദാഹരണം തന്നെയാണ്. അതെ. അപ്പോൾ ഈ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഈ രാഷ്ട്രീയം ഒരു ജോലിയല്ല, പക്ഷെ സിനിമ ഒരു ജോലിയാണ്. അവർ ശമ്പളം പറഞ്ഞ് ജോലി ചെയ്യാണ്. അവർക്ക് ഇത് ജനസേവനമായിട്ടാണ്. പക്ഷെ കിമ്പളൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഇവർക്ക് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ജനങ്ങളുടെ ഇടയിലാണ് പോയിട്ട് വോട്ട് ചോദിക്കേണ്ടത്. അവരുടെ മുന്നിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവരെ തൊഴിൽ. അവിടെയാണ് ഈ കങ്കണയുടെ ഇവരുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസമുണ്ട്. ജയാ ബച്ചൻ പൊളിറ്റിക്കലി രാജ്യസഭ MP നോമിനേറ്റഡ് ആണ്. കങ്കണ ഇലക്ഷൻ പ്രോസസ്സിലൂടെ വന്നതാണ്. കങ്കണയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ പോയിട്ടുള്ള ഒരു പരിചയമുണ്ട്. അപ്പോൾ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു പരിചയമുണ്ട്. പക്ഷേ അവരും ഒരുപക്ഷെ MP ആയിരുന്നില്ല എങ്കിൽ ഇതുപോലൊക്കെ തന്നെ പെരുമാറാൻ സാധ്യതയുള്ളൂ. കാരണം ഇനി ഇപ്പോൾ ഈ പറയുന്ന പോലെ അവർ തിരിച്ച് വീണ്ടും സിനിമാ ജീവിതത്തിലേക്ക് മാത്രം തിരികെ പോയാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്, അല്ലേ? എന്തായാലും ഇവർ ഈ പൊളിറ്റിക്കൽ ലൈനിൽ ജീവിക്കുന്ന ആളുകളും സെലിബ്രിറ്റി സ്റ്റാറ്റസ് സിനിമാ ലൈനിൽ ജീവിക്കുന്ന പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സിനിമാക്കാർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കൂടെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും? ഇല്ല. സുരേഷ് ഗോപിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ജയ ബച്ചൻ പറഞ്ഞതുപോലെയൊക്കെ പ്രവർത്തിച്ചതുപോലെയൊക്കെ പ്രവർത്തിക്കാനുള്ള സാധ്യത ഉണ്ട് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഉണ്ട്. ആ ഒരു സ്റ്റാറ്റസിൽ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അതായത് ഒരു സിനിമാക്കാരനായ പൊളിറ്റീഷ്യനാണ് സുരേഷ് ഗോപി. ഇപ്പോഴും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോഴും ഒക്കെ ആ ഒരു എന്താ പറയുക സ്റ്റൈൽ മൊത്തം ഒരു സിനിമയിൽ നിന്ന് ഇറങ്ങി വരാത്ത ഒരു പൊളിറ്റീഷ്യനാണ് ഇപ്പോഴും സുരേഷ് ഗോപി എന്നുള്ളതാണ് കറക്റ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തായാലും ഈ ഫോട്ടോ എടുക്കാൻ പോയാൽ അവരുടെ വിധിയിൽ നിന്ന് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇപ്പം ഇറങ്ങിയിട്ടില്ല. അതന്നെ. ഇപ്പോഴും മാധ്യമപ്രവർത്തകർ ബൈറ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും അദ്ദേഹം പോലീസുകാർ ക്ലിയർ മൈ വേ എന്നാ പറയാ, പോലീസുകാരോട് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ലൈനാണ്. അപ്പം ജയവച്ചന്റെ വിഷയത്തിൽ 2 കുലുക്കൊക്കെ കുലുക്കിയിട്ടൊരു പോക്കുണ്ട്. അപ്പം ഈ എന്താ പറയാ, ഈ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ജയാബച്ചൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പ്രിയങ്ക ചതുർവേദി എന്ന് പറഞ്ഞൊരു നേതാവോട് ജയബച്ചനോടൊപ്പം ഉണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്താണ് ജയബച്ചൻ അങ്ങനെ പ്രതികരിച്ചത്. കാരണം ജയബച്ചൻ അത്രയും സീനിയർ ആയിട്ടുള്ള 2004 മുതൽ അവർ രാജ്യസഭ MP ആണ്. ഇപ്പം എത്ര വർഷമായി? 21 വർഷമായി അല്ലേ? 2025 21 വർഷമായി. പക്ഷേ കങ്കണ പാർലമെന്റിൽ വന്നത് 2024 കഴിഞ്ഞ വർഷത്തെ ഇതിലാണ് ഇപ്പോൾ കങ്കണ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് കങ്കണയുടെ വിമർശനം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. അല്ലെങ്കിൽ ജയാ ബച്ചൻ ഒരു ആർട്ടിസ്റ്റ്, കങ്കണ ഒരു ആർട്ടിസ്റ്റ്, ഇവർ രണ്ടൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അമിതാഭ് ബച്ചന്റെ ഭാര്യയായിട്ടുള്ള ജയാ ബച്ചനെ വിമർശിക്കാൻ കങ്കണ തയ്യാറാവുമോ? ഇല്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. അപ്പോൾ ഇവര് സമാജ്വാദി പാർട്ടി നേതാവും അവര് BJP നേതാവായതുകൊണ്ട് കറക്റ്റ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഇതിനകത്ത് വർക്കൗട്ട് ആയെന്ന് മാത്രമേ ഉള്ളൂ.